ഹലോ, ഞാൻ എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു കൊതുക്, അതുപോട്ടെ, ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇത്രയും കാലം ഞാൻ കടയിൽ നിന്നാണ് മുന്തിരി വാങ്ങി കഴിച്ചിട്ടുള്ളത്, അതും പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു മുന്തിരി ചെടിയിൽ നിന്ന് മുന്തിരി പറിച്ച് തിന്നാൻ പോവുകയാണ്. ഇത് പറിക്കാനായിട്ട് ഞാൻ ബാംഗ്ലൂരിലൊന്നും പോയിട്ടില്ല, കൊടകിലും പോയിട്ടില്ല. ഇതാ നമ്മുടെ എറണാകുളത്ത്, നമ്മുടെ തമ്മനത്ത്, നമ്മുടെ OK ലത്തീഫിന്റെ അദ്ദേഹം നട്ടു വളർത്തിയ മുന്തിരി ചെടിയിൽ നിന്ന് ഒന്ന് പറിച്ചു തിന്നാൻ പോവുകയാണ്. നിങ്ങളെ കാണിച്ചു തരാം. ഫ്രഷ് മുന്തിരി നോക്കിക്കോ. അതായത് മുന്തിരി ചെടി, മുന്തിരി ഉണ്ടായി കിടപ്പുണ്ട്. നല്ലൊരു കൊല, ഇതൊരു ചെറിയ കൊല. ഇനി ഇതിന്റെ ഇടയിൽ പല കൊലകളും കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം പഴുത്തത് നോക്കി പറിക്കാൻ പോവുകയാണ്. ഇതാ എന്റെ OK ലത്തീഫിന്റെ സ്വന്തം കൈകൊണ്ട് നട്ടുണ്ടാക്കിയ മുന്തിരി ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് പറിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ടക്ക് പൊട്ടനില്ലല്ല. OK ജി, വലിച്ചു പൊട്ടിക്കട്ടെ. പൊട്ടി കണ്ട ഒരു കൊല്ലം മുന്തിരി. OK ജി നട്ടു വളർത്തിയ മുന്തിരി, ഞാൻ കടയിൽ നിന്ന് വാങ്ങാത്ത മുന്തിരി, വിഷം ചേർക്കാത്ത, വളം ചേർക്കാത്ത മുന്തിരി. ഇതാ നല്ല സുന്ദരൻ മുന്തിരി, കാണാമോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഫ്രഷ് മുന്തിരി ഞാൻ കഴിക്കുന്നതാണ്. ഇനി നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ മുന്തിരി എല്ലാവരുടെയും വിചാരം ബാംഗ്ലൂരിലും കൊടകിലൊക്കെ മുന്തിരി നട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ നാട്ടില് എറണാകുളത്ത് തമ്മനത്തും കാലൂരിലും തേവരയിലും പച്ചാളത്തും എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ മുന്തിരി നട്ട് വളർത്തി ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് പറിച്ച് എടുത്ത് ഫ്രഷ് മുന്തിരി തിന്നാം. ഇതെങ്ങനെയാണ് നടേണ്ടത്, ഇതിന് എന്തെല്ലാം പരിചരണങ്ങൾ കൊടുക്കണം, ഇതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ കോമൺ BB എന്ന് പേരുള്ള OK ലത്തീഫ് ജിയുടെ ചാനൽ കാണുക. അദ്ദേഹം ഇതിനെക്കുറിച്ച് എല്ലാ വിശദമായ വിവരങ്ങളെല്ലാം അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാമറ വാങ്ങി OK ജിയെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ആ ക്യാമറ എൻ്റെ കയ്യിലേക്ക് തരിക. ഇതാണ് നമ്മുടെ OK ജി. ഈ മുന്തിരി കൊല ഒന്ന് പിടിച്ചേ. ഹലോ OK ജി, ഞാനിപ്പോ നിങ്ങൾ നട്ട് വളർത്തിയ മുന്തിരിയാണ് ഞാൻ പറിച്ച് കഴിച്ചത്. അതെ, നമുക്കിനി അറിയേണ്ടത് ഇതുപോലൊരു മുന്തിരിച്ചെടി നട്ട് വളർത്തിയെടുക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം. എനിക്കിങ്ങനെ ഒരെണ്ണം നട്ടാ കൊള്ളാന്നുണ്ട്, ഒന്ന് പറഞ്ഞുതരാമോ? ചുരുക്കി പറഞ്ഞു തരണം. നമ്മള് നഴ്സറി പോയിട്ട് ഒരു മുന്തിരിയുടെ തൈ വാങ്ങിക്കും, നല്ലൊരു തൈ വാങ്ങിക്കും. ഈ തൈ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരടി വീതിയിൽ, ഒരടി നീളത്തിൽ, ഒരടി ഹൈറ്റിലുള്ള ഒരു സ്ക്വയർ, ഒരടി സ്ക്വയറിലുള്ള ഒരു കുഴി എടുക്കുക. ഈ കുഴിയിൽ, ആ കുഴിയിലെ മണ്ണും അതിന്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ ഒരു 100 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ മണ്ണ് തന്നെ നമ്മൾ അതിലിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിലൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മുന്തിരിയുടെ തൈ നടുക. നട്ടിട്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേനൽക്കാലമാണെങ്കിൽ 3 നേരമെങ്കിലും ഒഴിക്കണം. വർഷക്കാലമാണെങ്കിൽ അത് ആവശ്യത്തിന് വെള്ളം മതി. ഒരു കാര്യമുള്ളത്, വെള്ളം ആവശ്യത്തിൽ കൂടുതൽ ഒരു ചെടിക്ക് ഒഴിക്കരുത്, ഇതിനും ഒഴിക്കരുത്. ഇത്ര ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് വളർന്നു വരും. ആഴ്ചയിൽ ഒരിക്കലും ഇതിൽ സ്യൂഡോമോണസ് കലക്കി ഒഴിക്കുക, സ്പ്രേ ചെയ്യുക, ചുവട്ടിൽ ഒഴിക്കുക, എന്തെങ്കിലും ചെയ്യുക. അതെന്തിനാണ് അത്? സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്ര ബാക്ടീരിയ, അതിനെ ചെടീനെ ആക്രമിക്കാൻ വരുന്ന എല്ലാ തരം കീടങ്ങളെയും ബാക്ടീരിയ അതിനെ തുരത്തി കളയും എന്ന് പറഞ്ഞാൽ അതിനെ വരിഞ്ഞു മുറുകി അതിനെ ചിലതിനെ നശിപ്പിച്ച് തന്നെ കളയും. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? വേറെ ചെയ്യാനുള്ളത്, മാസത്തിലൊരിക്കൽ ഒരു 20 ഗ്രാം പൊട്ടാഷ് കലക്കി ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു. അതായത് ഇലയുടെ അരികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇലയുടെ അരികളൊക്കെ കരിഞ്ഞിരിക്കുന്നത്, റംബൂട്ടാന്റെ ഇതിന്റെ ഇത് കരിഞ്ഞിട്ടില്ല. ഇതിന്റെ ഇപ്പുറത്തെ ദിവസം ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അത് ഇത് കണ്ടില്ലേ, അവിടെ കരിഞ്ഞിട്ടുണ്ട്. ഈ കരിഞ്ഞു നിൽക്കുന്ന ഇലയുടെ അരികോശമൊക്കെ ഈ ഇതുകൊണ്ടാണ് കരിയുന്നത്. പൊട്ടാഷിന്റെ കുറവ് കൊണ്ട് കരിയും. അതുപോലെ തന്നെ കാൽഷ്യത്തിന്റെ കുറവുണ്ടെങ്കിലും ഒക്കെ. അപ്പൊ അത് കെമിക്കൽ അല്ലേ? അത് തളിച്ചോണ്ട് കുഴപ്പമില്ലേ? അല്ല, കെമിക്കൽ ഇപ്പൊ നമ്മൾ എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെടി വലിച്ചെടുക്കുന്നത് അതിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ നമ്മള് കെമിക്കലിട്ട് വളർത്താത്ത ഒരു ചെടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോകൂലേ ഇതൊക്കെ ഇട്ടാല്? അതായത് പൊട്ടാഷ് നമ്മള് ചെടിക്ക് എങ്ങനെ കൊടുക്കും? വേറെ ഒരു മാർഗമില്ല. ആകെ ഉള്ളത് തെങ്ങിന്റെ അവശിഷ്ടങ്ങൾ കത്തിച്ചെടുക്കുന്ന ചാരത്തിൽ നിന്ന് കുറച്ച് പൊട്ടാഷ് കിട്ടും. അതാണെങ്കിൽ എല്ലാ ചെടിക്കും അത് പര്യാപ്തമല്ലാതെ കിട്ടാവുന്ന രീതി. അത് കിട്ടാനും സാധ്യത. ഇപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള പൊട്ടാഷ് കൊടുത്താലും കെമിക്കലായിട്ടുള്ള പൊട്ടാഷ് കൊടുത്താലും ചെടിക്കറിയില്ല, ചെടി വലിച്ചെടുക്കുന്നതെല്ലാം ഒരേ രീതിയിൽ തന്നെ. പക്ഷെ അത് മണ്ണില് ജൈവഗണങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ അധികം കെമിക്കൽ ഉപയോഗിക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അത്ര വലിയ സ്ട്രോങ് കെമിക്കൽ അല്ല ഈ പൊട്ടാഷ്. അല്ല, അത് പ്രശ്നമില്ല. കാരണം മണ്ണിലുള്ള ജൈവാംശം എന്ന് പറയുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കളാണ്. ഈ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന രീതിയിൽ അധികം അതിൽ ഒരു രാസ പ്രവർത്തനങ്ങളും നടത്താതിരുന്നാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ ഈ പൊട്ടാഷ്യം ഇതെല്ലാം തളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാളുകൊണ്ട് കായ ഉണ്ടാവും? ഇത് കായ ഉണ്ടാകാനായിട്ട് കുറഞ്ഞത് ഒരു
ഒരു 1.5 വർഷം 2 വർഷം കൂടി 1.5 വർഷം കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഇതിൽ ഓക്കെ ജി, മറ്റൊരു കാര്യം പ്രത്യേകം നമുക്ക് അറിയേണ്ട കാര്യം, നമ്മളിങ്ങനെ ഒരു ചെടി ഇവിടെ നട്ടാല് ആ ചെടി എത്ര വർഷം ഇങ്ങനെ നിൽക്കും, എത്ര വർഷം നമുക്കിത് കായ തരും എന്നുള്ളതാണ്. ഇതിപ്പോ 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം ഇതിൽ കായുണ്ടായി, ഈ വർഷവും കായുണ്ടായി. കഴിഞ്ഞ വർഷത്തെ നല്ല പുളിപ്പായിരുന്നു, ഈ വർഷത്തെ പുളിപ്പൊന്നുമില്ല, നല്ല മധുരമാണ്. നിങ്ങൾ കഴിച്ചതാണല്ലോ, നല്ല മധുരം. അതെ. പിന്നെ നമുക്കൊരു 10 വർഷം മുതൽ ഒരു 30 വർഷം വരെയൊക്കെ നല്ല ഈൽഡ് തരും മുന്തിരി. സാധാരണ രീതിയിൽ കൊമേഴ്സ്യലായിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ 50-100 വർഷമൊക്കെ നിൽക്കുന്ന മുന്തിരികളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതും ഏതാണ്ട് 10 മുതൽ 30 വർഷമൊക്കെ വരെ വിളവ് തരുന്ന മുന്തിരികളാണ്. അപ്പൊ മറ്റു ചെറിയ ചെറിയ കൃഷി നമ്മൾ ഒരു കൊല്ലം, ചീരയൊക്കെ ആണെങ്കിൽ മാസങ്ങളെ നിൽക്കുള്ളൂ. വേറെ ചില ചെടികള് 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നടണം. ഇതിനങ്ങനെ വീണ്ടും നടേണ്ട പ്രശ്നം വരുന്നില്ല. നമുക്ക് പരിപാലിച്ചു കൊടുക്കുകയാണെങ്കിൽ 30 കൊല്ലം നിൽക്കും എന്നുള്ളതാണ്. അതാണ് ഈ മുന്തിരി ചെടിയുടെ ഒരു വലിയ പ്രത്യേകതയാണ് അത്. അതെ. എല്ലാ വർഷവും നമുക്ക് കായ കിട്ടും. അതെ. ഇവിടെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബാംഗ്ലൂർ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുന്തിരിയാണ്. ആ മുന്തിരിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാടിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ചൊരു രീതിയിലുള്ള മുന്തിരി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പക്ഷെ കുരുവില്ലാത്ത നല്ല പച്ചമുന്തിരി, നല്ല മധുരമുള്ള മുന്തിരികൾ, കുരുവില്ലാത്ത കാളിഷ് എന്ന് പറഞ്ഞ മുന്തിരി, ഇതൊക്കെയായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. പക്ഷെ അതൊന്നും നമ്മളിവിടെ കൂടുതലായിട്ട് നട്ടു വളർത്തി വരുന്നത് നമ്മൾ കാണാറില്ല. അപ്പൊ ഞാൻ ഒരു ചെടി ഏതായാലും നടാൻ പോവുകയാണ്. കാരണം 30 കൊല്ലം ഇതിന്റെ കായ കിട്ടും എന്ന് പറയുമ്പോ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ പിള്ളേർക്കെങ്കിലും തീർച്ചയായിട്ടും മുന്തിരി പറിച്ച് കഴിക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. വളരെ 10 വർഷമായിട്ട് മുന്തിരി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്തിരി നമ്മളുടെ സുഹൃത്തിന്റെ വീട്ടിലുണ്ട്. നമ്മളത് പരിപാലിക്കുന്നുണ്ട്. ഈ ചെടിക്ക് എത്ര കാലം എന്ന് പറഞ്ഞ? ഇതിപ്പോ 2 വർഷമായി. 2 വർഷമായി. ഏതായാലും എനിക്കിന്ന് മുന്തിരി വന്ന് ഇവിടുന്ന് പറിച്ചു തിന്നാൻ ഭാഗ്യം കിട്ടി. അപ്പൊ അതുപോലെ ഇനിയും ഞാനും എന്റെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞാൽ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും നടാൻ. മുന്തിരി നട്ടിട്ട് മേളിലേക്ക് കയറ്റി കൊടുത്തിട്ട് മേളിൽ പന്തലിട്ട് കൊടുത്താൽ മതി. അപ്പൊ തണലും കിട്ടും അല്ലെ? ഇതില് കുമ്പളം ആയിരുന്നു. ഇത് കുമ്പളമാണ് കയറിയിട്ടുള്ളത്. അത് കരിഞ്ഞു പോയി. അതിന്റെ ഈൽഡ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടുത്ത പയറ് നട്ടിട്ടുണ്ട്. പയറിലേക്ക് കൂടി കയറ്റി കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഓക്കെ ജിയോട് പ്രത്യേകം നന്ദി പറയുന്നു. ഏതായാലും ബാംഗ്ലൂർ പോയിട്ട് വിഷം കലർത്തിയ മുന്തിരി തിന്നാതെ എറണാകുളത്ത് നിന്ന്, അതും തമ്മനത്ത് നിന്ന് കാര്യം ഇതില് കീടനാശിനികളൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഏതായാലും മുന്തിരിക്കൊല ഒരുവിധം നല്ല മുന്തിരിക്കൊലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോ മഴ ആയതുകൊണ്ടാണ്, കുറച്ച് ദിവസം വൈകിയതുകൊണ്ടാണ്, കുറച്ച് അടർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല മുന്തിരിക്കൊല നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. മുന്തിരിച്ചെടിയെക്കുറിച്ച് മാത്രമല്ല മറ്റനേകം പച്ചക്കറികളെക്കുറിച്ചും അടുക്കളത്തോട്ടത്തെക്കുറിച്ചും ഫലവൃക്ഷങ്ങളെക്കുറിച്ചും ധാരാളം വീഡിയോകൾ ഇട്ടിട്ടുള്ള ഒരു ചാനലാണ് OK ലത്തീഫിൻ്റെ ചാനലായ കോമൺ BB. കൃഷിയെക്കുറിച്ച് ധാരാളം അറിവുകൾ ലഭിക്കുന്നതിനായി ഇദ്ദേഹത്തിൻ്റെ ചാനൽ സന്ദർശിക്കുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.